ഹലോ ഗായ്സ്. അപ്പം സുജിത്ത് ബ്ലോഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് മഴയാണ് ഇപ്പോൾ തുടരുന്നത്. മഴ ശക്തമായിട്ട് എല്ലായിടത്തും പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് ചെറിയൊരു മുന്നറിയിപ്പ് വീഡിയോ ആണ്. അപ്പം ഇതേപോലെ വെള്ളക്കെട്ട്, അതേപോലെ റോഡിലുള്ള വെള്ളക്കെട്ട്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും ഇറങ്ങരുത്. അപ്പം അങ്ങനെ ഇറങ്ങുമ്പോൾ അതിൽ രണ്ട് പ്രശ്നമുണ്ട്. ഒന്ന്, നമുക്ക് ചളിവെള്ളത്തിലൂടെ ചൊറി പോലുള്ള മാരകമായ അസുഖങ്ങൾ വന്നുപെടും. പിന്നെ മറ്റൊന്ന് വെച്ചാൽ പാമ്പ് വന്ന് നമ്മളെ കടിക്കും. നമ്മളറിയാതെ പാമ്പിന് ചവിട്ടും. കാരണം കലക്ക് വെള്ളക്കാരം, തെളിഞ്ഞ വെള്ളമാവില്ല. തെളിഞ്ഞ വെള്ളമാണെങ്കിൽ എന്തായാലും നമുക്ക് കാണാൻ കഴിയും. പക്ഷെ കലക്ക് വെള്ളമാവും. അപ്പൊ കലക്ക് വെള്ളത്തിൽ ആരും ഇറങ്ങരുത്. ഇറങ്ങിക്കഴിഞ്ഞാൽ അപകടം വിളിച്ചു വരുത്തരുത്. അപ്പം അത്തരത്തിലുള്ള ഞങ്ങളെ ഇവിടെ അരീക്കോട്, മലപ്പുറം ജില്ലയിലെ അരീക്കോട് മദർ ഹോസ്പിറ്റലിന്റെ അടുത്ത് ഗ്രേറ്റ് ലാൻഡ് എന്ന സ്വദേശത്ത്, വിയറ്റ്നാം കോളനി ഗ്രേറ്റ് ലാൻഡ് പെരുമ്പറമ്പ് എന്ന സ്വദേശത്ത് ചീക്കുളം പാടം. അപ്പം അവിടെ ഒരു ചെറിയൊരു വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. വെള്ളക്കെട്ട് പറഞ്ഞാല് സാധാരണ വെള്ളം പൊന്താത്ത രീതിയിൽ നല്ല രീതിയിൽ പൊന്തി, വെള്ളം നല്ല രീതിയിൽ കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പം അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ്. അപ്പം എന്തായാലും ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം അത് എന്തായാലും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ നിങ്ങളൊന്ന് സൂക്ഷിക്കുക, നമ്മളൊന്ന് കരുതൽ എന്നും ഉണ്ടാക്കുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അരീക്കോട് പെരുമ്പറമ്പ് വിയറ്റ്നാം കോളനി ഗ്രേറ്റ് ലാൻഡ് ചീക്കുളം പാടത്ത് ഉണ്ടായ വെള്ളക്കെട്ടാണിത്. ഇതേപോലെ വെള്ളക്കെട്ട് നിങ്ങളെ സ്ഥലത്തും ഉണ്ടായിരിക്കും. ഇതേപോലെ വെള്ളക്കെട്ടിലിറങ്ങുമ്പോൾ നമ്മൾ ഒന്ന് സൂക്ഷിക്കണം. കാരണം അപകടങ്ങൾ നമ്മൾ തന്നെയാണ് വിളിച്ചു വരുത്തുന്നത്. ഇപ്പോൾ മഴ കനക്കുകയാണ്. ഈ മഴ കനക്കിനോടനുബന്ധിച്ച് പലയിടങ്ങളിലും വെള്ളക്കെട്ടും പലയിടങ്ങളിലും പ്രളയവും ഉണ്ടാവും. നമ്മൾ കരുതിയാൽ നമ്മൾ തന്നെ സേഫായിരിക്കും. കാരണം ഇതേപോലുള്ള വെള്ളക്കെട്ടിൽ പാമ്പ് പോലുള്ള ഇഴജന്തുക്കൾ വന്നു കയറും. നമ്മൾ അറിയാതെ അവരെ ചവിട്ടുമ്പോൾ നമുക്ക് അവരുടെ അടുത്ത് നിന്ന് നല്ല രീതിയിൽ കടി കിട്ടുമ്പോഴാണ് നമ്മളറിയുക ചവിട്ടിയത് പാമ്പിനെയാണല്ലോ എന്ന്. ആ നിമിഷം തന്നെ നമ്മളെ കൊണ്ട് മണ്ടേണ്ടി വരും ഹോസ്പിറ്റലിലേക്ക്. ഇതേപോലുള്ള വെള്ളക്കെട്ടിലിറങ്ങുമ്പോൾ നമ്മൾ ഒന്ന് സൂക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. ഇനിയും ഇതേപോലുള്ള പല സ്ഥലങ്ങളും ഉണ്ടാകും. ഇതിപ്പോൾ അരീക്കോട് പെരുമ്പറമ്പ് വിയറ്റ്നാം കോളനി ഗ്രേറ്റ് ലാൻഡ് ചീക്കുളം പാടത്തുണ്ടായ വെള്ളക്കെട്ടാണ് ഈ വീഡിയോയിൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, പാടവും തോടും എല്ലാം ഒന്നായി. മഴ നല്ല രീതിയിൽ പെയ്യുമ്പോൾ എല്ലാം ഒന്നാകും. ആദ്യമൊക്കെ പാടത്തിൻ്റെ വരമ്പുകളൊക്കെ കണ്ടിരുന്നു. ഇതിൻ്റെ മുമ്പത്തെ വെള്ളക്കെട്ടിലൊക്കെ പാടത്തിൻ്റെ അങ്ങേയറ്റുള്ള പാടത്തിൻ്റെ വരമ്പുകളൊക്കെ കണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ പാടത്തിൻ്റെ വരമ്പുകൾ പോയിട്ട് ഒന്നും കാണാനില്ല. എല്ലായിടത്തും വരമ്പുണ്ട് തന്നെ അറിയുന്നില്ല. സംഗതി പോയാൽ പാടം തോടും എല്ലാം ഒന്നായി. ഇനി കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അത്ഭുതം കാണാം. ഒരു പുഴ, അതെ, വലിയൊരു ചാലിയാർ പുഴ എന്ന് പറയാൻ പറ്റില്ല, ഒരു കടൽ പോലുള്ള സംഭവം. എന്നാൽ ഇത്തരത്തിലുള്ള സംഭവത്തിൽ നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ തന്നെ അപകടം വിളിച്ചു വരുത്തുകയാണ്. കാരണം ഒരു പ്രശ്നം, രണ്ട് പ്രശ്നം നമുക്ക് ഈ വെള്ളക്കെട്ടിലൂടെ നമുക്ക് സംഭവിക്കും. ഒന്ന്, നമുക്ക് വട്ടച്ചൊറി പോലുള്ള മാരകമായ അസുഖങ്ങൾ വരും. പിന്നെ നമുക്ക് വൈറസ് പോലുള്ള ചെറിയ ചെറിയ അണുക്കൾ നമ്മളെ മേത്തിൽ കയറി, അങ്ങനെയാണ് കൊറോണ വൈറസ് പോലുള്ള വലിയ വലിയ വൈറസുകൾ നമ്മളെ മേത്തേക്ക് കയറുന്നത്. മറ്റൊന്ന്, ഈ വെള്ളക്കെട്ടിലെല്ലാം പാമ്പുകളുണ്ടാവും. കാരണം ഒരു പാമ്പുകളുടെ അടുത്ത ഈരയാണ് തവള. തവളനെ പിടിക്കാൻ പാമ്പുകൾ എന്തായാലും മാളത്തിനുള്ളിൽ പുറത്തിറങ്ങും. മാളത്തിൻ്റെ അകത്തുനിന്ന് പാമ്പ് പുറത്തിറങ്ങും. അത് വെള്ളക്കെട്ടിൻ്റെ അടിയിലൂടെ. നമ്മൾ വെള്ളക്കെട്ടിൽ കളിക്കുമ്പോൾ നമ്മളറിയാതെ എങ്ങാനും പാമ്പിൻ്റെ തലയിലോ ഒന്നെങ്കിൽ വാലിലോ ചവിട്ടിയാൽ പണി കിട്ടി. പാലും വെള്ളത്തിൽ തന്നെ പണി കിട്ടി. കാരണം ഞാൻ പറയാൻ കാരണം പലവർക്കും പല രീതിയിലും പാമ്പ് കടിയേറ്റ് മരണം സംഭവിച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തെ പ്രശ്നമാണ് ഇതേപോലുള്ള വെള്ളക്കെട്ടിൽ ഇറങ്ങുമ്പോൾ നമ്മൾ തന്നെ അറിയാതെ ഇറങ്ങിപ്പോകുമ്പോൾ വിഷമുള്ള മൂർഖനെ വരെ നമ്മൾ ചവിട്ടി അപകടം നമ്മൾ വിളിച്ചു വരുത്തുന്നുണ്ട്. ഇതേപോലുള്ള അപകടം നമ്മൾ വിളിച്ചു വരുത്താതിരിക്കുക. നമ്മൾ കെയർഫുള്ളായി സേഫായിട്ടിരിക്കുക. ഇതേപോലുള്ള കുറേ വെള്ളക്കെട്ടുകൾ പലയിടത്തും പല നാട്ടിലും പല സ്ഥലത്തും കാണപ്പെടാം. ഇനിയിപ്പോൾ റോട്ടിൽ വരെ ഇതേപോലുള്ള വെള്ളക്കെട്ടുകൾ ഇനി കാണപ്പെടാം.
നമ്മളെല്ലാവരും സേഫായിട്ടിരുന്നാൽ മാത്രമേ നമുക്ക് നമ്മളെ ജീവനും നമ്മളെ ജീവിതവും സുരക്ഷിതമാകാൻ പറ്റൂ. കണ്ടില്ലേ, ഇതേപോലെ വെള്ളക്കെട്ടിൽ ഇറങ്ങുമ്പോൾ നമ്മളൊന്ന് സൂക്ഷിക്കണം. ഈ ഇരിക്കണ സ്ഥലം കണ്ടില്ല, അവിടെ നിന്ന് വരമ്പ് ഉണ്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണാൻ കഴിയില്ല. പക്ഷെ അവിടെ ചെന്ന് അവിടെ നിൽക്കുന്നവർക്ക് മാത്രമേ അവിടെ വരമ്പുണ്ട് എന്നുള്ള അറിയാൻ കഴിയുള്ളൂ. ഇതേപോലുള്ള വെള്ളക്കെട്ടുകളാണ് നമ്മൾ അപകടത്തിൽ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. ഇനിയും ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഇതേപോലുള്ള വെള്ളക്കെട്ട് പലയിടത്തും പല രീതിയിലും പല സമയത്തും വരും. കാരണം ഇനി അങ്ങോട്ട് മഴയാണ്. ഈ മാസം മുതലാണ് മഴ തുടങ്ങുന്നത്. മഴ തുടങ്ങിയിരിക്കുന്നു. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് മഴ തന്നെയാണ്. കാരണം ഇനി അവിടെ നിന്ന് അങ്ങോട്ട് മഴ ആകുമ്പോൾ ഇനി എല്ലായിടത്തും വെള്ളക്കെട്ട് തന്നെ തുടരും. റോഡായാലും പാടായാലും തോടായാലും പുഴയായാലും അങ്ങനെ എവിടെയായാലും വെള്ളക്കെട്ട് തുടരും. ഇനി കുന്നിടിച്ചിലും മലയിടിച്ചിലും എല്ലാം ഉണ്ടാവും. നമ്മളെല്ലാം സൂക്ഷിക്കുക. മലയോരത്തുള്ളവരെല്ലാം മാറ്റി പാർപ്പിക്കുക. കാരണം ഇനി അവിടുന്ന് മഴയുടെ കാലമാണ്. നമ്മൾ അറിഞ്ഞല്ലോ വയനാട് ദുരന്തവും, അതെല്ലാം ഇതിലൂടെ പെടും. ഇനി അടുത്തൊരു ദുരന്തം വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനേ നമുക്ക് കഴിയുള്ളൂ. കാരണം ഇതേപോലുള്ള അപകടം നമ്മൾ വിളിച്ചു വരുത്തുകയാണ്. ഇനിയും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, പലയിടത്തും വെള്ളക്കെട്ടുകൾ ഉണ്ടായി എന്ന് വരയ്ക്കും. നമ്മൾ സുരക്ഷിതമായിട്ട് ഇരിക്കുക. നമ്മളെല്ലാവരും സുരക്ഷിതരായിട്ട് ഇരിക്കുക. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് വെള്ളക്കെട്ട് തുടരുമ്പോൾ കറണ്ട് പോകും, അതുപോലെ പോസ്റ്റും കാല് വീഴും, അതുപോലെ ലൈൻ കമ്പിയും മുകളിൽ കൂടെ മരം വീഴും. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ കറണ്ട് പോകും. ഇപ്പോൾ പവർ ബാങ്ക് ഉള്ളവർ പവർ ബാങ്ക് ഫുൾ ചാർജ് ആക്കി വെക്കുക. പിന്നെ ഇൻവേർട്ടറൊക്കെ ഉള്ളവർ ഇൻവേർട്ടറൊക്കെ ഒന്ന് കരുതി വെക്കുക. കാരണം ഇൻവേർട്ടർ വഴി നിങ്ങൾക്ക് കറണ്ട് അടിക്കാനുള്ള ഓപ്ഷൻ എന്തായാലും വരും. കാരണം വീട്ടിൽ വെള്ളം കയറുന്ന പോലെയൊക്കെ ഇൻവേർട്ടറിൻ്റെ മുകളിലുള്ള സ്വിച്ചൊക്കെ ഒന്ന് ഓഫാക്കി ഇൻവേർട്ടറൊക്കെ ഒന്ന് സേഫാക്കി വെക്കുക. കാരണം ഇനി മുതൽ അങ്ങോട്ട് മഴയാണ്. കാരണം ഇനി വീടുകളിലൊക്കെ വെള്ളം കയറുന്ന അവസ്ഥയാണ് ഇനി ഉണ്ടാവാൻ പോകുന്നത്. ഇനി എല്ലാവരും ഒന്ന് സുരക്ഷിതമായിട്ട് കെയർഫുള്ളായിട്ട് നിൽക്കുക. കാരണം നമ്മൾ തന്നെ സൂക്ഷിച്ചാൽ നമ്മൾ തന്നെ അപകടത്തിൽ പെടാതെ നമ്മൾ തന്നെ കരുതുക. അപ്പോൾ നമ്മൾ തന്നെ കരുതുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സുജിത്ത് ബ്ലോഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കൺ ഞെക്കൂ, ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം അത് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. എങ്ങനെയുണ്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ? അടിപൊളിയല്ലേ? അപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള വെള്ളക്കെട്ടിലൊന്നും ഇറങ്ങരുത്. ഇറങ്ങിക്കഴിഞ്ഞാൽ 2 വിധത്തിൽ അപകടമുണ്ട്. ഒന്ന്, നമുക്ക് മാരകമായ അസുഖങ്ങളൊക്കെ വന്നിട്ട് നമ്മൾ മരിച്ചു പോവും. മറ്റൊന്ന്, ഇത് പാമ്പ് കടിയിട്ടും മരിക്കും. പിന്നെ നമുക്ക് ചൊറി പോലുള്ള മാരകമായ അസുഖങ്ങളും ഈ വെള്ളക്കെട്ടിൽ നിന്നും പിടിപെടാം. അപ്പം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.